ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോളിഡേസ്, വെക്കേഷൻ, ലീവ്സ്, എങ്ങനെയാണ് കാര്യങ്ങൾ? ഒന്ന് ലീവ്. എന്റെ കോളേജിൽ ലീവ് എടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല, വലിയ സ്ട്രിക്റ്റ് ഇല്ല. പക്ഷെ ചില കോളേജസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഡിയുവിന്റെ അണ്ടറിൽ ചില കോളേജസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ചില കോളേജസ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ പറ്റും എനിക്ക്. ഇനി ഹോളിഡേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിയു തന്നെ ഓരോ വർഷത്തേക്കും ഹോളിഡേസിന്റെ ഒരു ചാർട്ട് പോലെ വിടും. ഈ വർഷത്തെ ചാർട്ട് ഇതാണ്, വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പൊ ഈ വർഷം ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഹോളിഡേസ് ഉണ്ടാവുക. ഓക്കെ, ഇത് കൂടാണ്ട് തന്നെ ഉണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ബേസിക്കലി ഡിയുല് 3 വട്ടാണ് വെക്കേഷൻ ടൈപ്പ് നമുക്ക് ഹോളിഡേ കിട്ടുക. ഒന്ന് ദീപാവലിക്കാണ്, അതൊരു നവംബർ സമയത്താണ്. ദീപാവലി സമയത്ത് മിക്ക കുട്ടികളും വീട്ടിൽ പോകും. അതിനത് കുട്ടികളൊന്നും വരാത്തോണ്ടും ടീച്ചേഴ്സും വരാത്തോണ്ടും ഒക്കെ അതൊരു ഹോളിഡേ ആണ്. അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി 3 ദിവസമൊക്കെ ആണെങ്കിലും കുറെ കുട്ടികളൊക്കെ കുറെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പൊ ദീപാവലിയുടെ സമയത്ത് ഹോളിഡേ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഹോളിയുടെ സമയത്ത് നമുക്ക് കുറച്ച് ദിവസം ലീവ് കിട്ടും. ഹോലി വരുന്നത് മാർച്ചിലാണോ? മാർച്ചിലാണ് തോന്നുന്നു. ഹോലി വരുന്നത് മാർച്ചിലാണ്. അപ്പൊ ആ സമയത്തും നമുക്ക് ഒരു 10 ദിവസം ഒക്കെ ലീവ് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തത് നമ്മുടെ സെമ്മ് ഇയറിലെ ലാസ്റ്റത്തെ സെമ്മ് കഴിയുമ്പോഴും നമുക്കൊരു വെക്കേഷൻ കിട്ടും. അതായത് ഇപ്പൊ സെമ്മ് കഴിയുക ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് ആ സമയത്തൊക്കെ ആയിരിക്കും. ആ സമയം തൊട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് വരെ നമുക്ക് ഒരു മാസം, ഏകദേശം ഒരു മാസം നമുക്ക് ഫുള്ള് വെക്കേഷൻ ആയിരിക്കും. അതാണ് എന്റെ ഈ വെക്കേഷൻ. ഓക്കെ, അപ്പം വെക്കേഷൻ ആയി.